നമ്മുടെ പൊതുവിടങ്ങളും പാതയോരങ്ങളും പൊതുഗതാഗത സംവിധാനങ്ങളും ദിവ്യാംഗ സൗഹൃദമായിരിക്കണം എന്ന നിയമം നിലവിൽ വന്നിട്ട് 5 വർഷം പിന്നിടുന്നു. എന്നാൽ പൊതു ഇടങ്ങൾ ഇപ്പോഴും ദിവ്യാംഗ സൗഹൃദമല്ല. നിയമം അനുവദിച്ച നീതിക്കായി സുപ്രീം കോടതി വരെ കയറിയിറങ്ങേണ്ട ഗതികേടിലാണ് ഇന്ന് ദിവ്യാംഗ സമൂഹം. തങ്ങളെ കൂടി പരിഗണിക്കുന്ന സാമൂഹിക അന്തരീക്ഷമാണ് ഈ സമൂഹത്തിന്റെ ഇപ്പോഴത്തെ സ്വപ്നം. ഇത് കോഴിക്കോട് മാങ്കാവ് സ്വദേശി ഷിജിലി. വീൽചെയറിലിരുന്ന് ലോട്ടറി വിൽപ്പന നടത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഷിജിലിക്ക് ഭരണകൂടത്തിനോട് പറയാനുള്ളത് ഒന്നു മാത്രം. നമ്മളെപ്പോലുള്ള ആൾക്കാർ പോകുമ്പോൾ ഒരു സേഫ് ആയിട്ടുള്ള ഒരു സംവിധാനം വേണം. ആ റോഡ് സൈഡിൽ കൂടെ പോകുമ്പോൾ മുട്ടിയില്ല എന്നുള്ള ലെവലിലേക്കാണ് പോവുക. ചില സമയത്ത് ചാല് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. നമ്മൾ വണ്ടീനെ പേടിച്ചിട്ട് നമ്മൾ ഒതുങ്ങി പോകുമ്പോഴൊക്കെ ചിലപ്പോൾ നമ്മളത് കണ്ടെന്ന് വരില്ല. ബാംഗ്ലൂർ ഡേയ്സിൽ സിനിമയിലൊക്കെ കണ്ടില്ലേ, അവളിങ്ങനെ ബസ്സിൽ റാമ്പ് വഴി കയറണേ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണ്. ബസ്സിലൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പോകാനുള്ള ഒരു പ്രത്യേക സംവിധാനം വേണം. ഷിജിലി പ്രതിനിധീകരിക്കുന്നത് ഒരു വലിയ സമൂഹത്തെയാണ്. ആ സമൂഹത്തിന്റെ നിരാശയും പ്രതീക്ഷയുമാണ് ഷിജിലി പങ്കുവച്ചത്. പരസഹായമില്ലാതെ തൊഴിലെടുത്ത് ജീവിക്കണമെന്ന ഉറച്ച ബോധ്യമുണ്ടെങ്കിലും അതിനുള്ള സാമൂഹിക ചുറ്റുപാടുകൾ ഇവിടെയില്ല. പൊട്ടിപ്പൊളിഞ്ഞ പാതയോരങ്ങളിലൂടെ എങ്ങനെയാണ് തങ്ങളെപ്പോലുള്ളവർ സഞ്ചരിക്കുക? അതാണ് ഷിജിലിയുടെ ഒരേ ഒരു ചോദ്യം. പൊതുവെയുള്ള ജനങ്ങളുടെ ഒരു ധാരണ, ഒരു റാമ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് ഭിന്നശേഷി സൗഹൃദമായി എന്നുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് മാത്രമായി അത് ഭിന്നശേഷി സൗഹൃദമാകുമോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ നടപ്പാതകളൊക്കെ ഭിന്നശേഷി സൗഹൃദമാണെന്ന് പറയുന്നുണ്ട്. ഓരോ നടപ്പാതകളിലും ഇലക്ട്രിസിറ്റിയുടെ ബോർഡ് പോലും അവരെ പോസ്റ്റ് പോലും സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഒരു സുഗമമായ സഞ്ചാരപഥം നടപ്പാക്കാൻ വേണ്ടി പറ്റുക? അപ്പോൾ ഇതൊന്നും ജനങ്ങൾക്കോ അല്ലെങ്കിൽ ഭരണാധികാരികൾക്കോ അറിയാനിട്ടല്ല, വേണ്ട രീതിയിലുള്ള ശ്രദ്ധ അവരതിലേക്ക് ക്രമീകരിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. 2006 കാഴ്ചപരിമിതനായ രാജീവ് റാത്തൂരി തന്റെ സഞ്ചാര സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന് കാണിച്ച് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് പൊതുഗതാഗത സൗകര്യങ്ങൾ ദിവ്യാംഗതർക്ക് കൂടി യോജിക്കുന്ന തരത്തിലേക്ക് മാറ്റണമെന്ന സുപ്രീം കോടതി വിധി വന്നത്. എല്ലാ പൊതുയിടങ്ങളും ഭിന്നശേഷി സൗഹൃദമാകുന്നതിനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന് ഭിന്നശേഷി അവകാശ നിയമം 2016 നിഷ്കർഷിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ പൊതുവിടങ്ങൾ, കെട്ടിടങ്ങൾ, ഓഫീസ് സമുച്ചയങ്ങൾ ഇവയെല്ലാം പരിശോധിച്ചാൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ നമ്മൾ ഏറെ പിന്നിലാണ് എന്നുള്ളത് മനസ്സിലാകും. ദേശീയ തലത്തിൽ തന്നെ ദിവ്യാംഗതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും മുന്നേറ്റത്തിനുമായി ഇടപെടൽ നടത്തുന്ന സക്ഷമയുടെ ഇടപെടൽ മൂലമാണ് കേരളത്തിൽ ആദ്യമായി ദിവ്യാംഗതരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കോഴിക്കോട് ബീച്ചിൽ ഒരുക്കിയത്. സക്ഷമയുടെ പ്രവർത്തനങ്ങൾ മാതൃകയാക്കണമെന്ന ആവശ്യമാണ് ദിവ്യാംഗതർ ഉയർത്തുന്നത്. ജനം, കോഴിക്കോട്.